ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് 100% റിയൽ ട്രേഡിംഗ് ചെയ്തുകൊണ്ട് ജീവിതകാലം മുഴുവൻ നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ്. ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡിംഗ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വരുമാനം ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ലൈവ് ട്രേഡിംഗ് വീഡിയോയാണ്. വെറും 4 മിനിറ്റ് എടുത്തുകൊണ്ട് 30,000 രൂപ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മളപ്പോൾ മെറ്റാ ട്രേഡർ 4 ഇവിടെ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് മുകളിൽ ടൈം കാണാൻ പറ്റുന്നത് 3:23 നമുക്ക് ടൈം. അപ്പം ലൈവായിട്ടുള്ള ട്രേഡിംഗ് ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ XAUUSD എന്ന ഒരു പെയർ എടുക്കുകയാണ്. ഇവിടെ ലൈവ് ചാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു നീല ലൈൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ഒരു നീല ലൈൻ എടുക്കുന്ന ഒരു ബൈ നമ്മളിപ്പം എടുത്തതാണ്. അവിടുന്ന് ചെറിയ 1, 2, 3 2 പിപ്പ് മുകളിലോട്ട് പോയിട്ടുണ്ട്. നമുക്ക് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ആ ഒരു സെക്കൻഡ് തന്നെ പ്രോഫിറ്റ് കയറി കണ്ടില്ലേ. നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ലൈവായിട്ട് ട്രേഡിംഗ് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ലൈവ് ട്രേഡിങ്ങിൽ $52 പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. 56 $53 ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും കുറച്ച് കാണാൻ കഴിയുന്നുണ്ട്. ലൈവ് ട്രേഡിംഗ് ആണ് ഈ കാണുന്നത്. നിങ്ങൾ വളരെ റിസ്ക് കുറഞ്ഞ രീതിയിൽ ഒരു ചെറിയ ലോട്ടിലാണ് എടുത്തേക്കുന്നുണ്ടോ. അടുത്ത ട്രേഡ് ഉടനെ എടുത്തു. $61 പ്രോഫിറ്റിൻ്റെ അടുത്ത ട്രേഡ് ആ ഒരു സ്പോട്ടിൽ തന്നെ എടുത്തു. ഓക്കെ, ഇതെല്ലാം എടുത്തേക്കുന്നത് ചെറിയൊരു ലോട്ട്, കാരണം വളരെ റിസ്ക് കുറച്ചുകൊണ്ടാണ് ട്രേഡ് എടുക്കുന്നത്. ലൈവായിട്ട് $70 പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഉടനെ അടുത്ത ട്രേഡ് എടുത്തു. $116. 3 ട്രേഡ് ലൈവായിട്ട് റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം 119 ഓരോ ട്രേഡിലും പ്രോഫിറ്റ് ആയിട്ടുണ്ട്. വീണ്ടും അത് കുറഞ്ഞു, 85 $84 വീണ്ടും കുറേ 120 വരെ പോയിട്ട് വീണ്ടും കുറഞ്ഞു. ഓക്കെ, നമ്മളിപ്പം 1 മിനിറ്റ് പാസ് ചെയ്തിട്ടുണ്ട്. $66 കണ്ടില്ലേ. അടുത്ത ട്രേഡ് നമുക്ക് എടുത്തു. 4ാമത്തെ ട്രേഡ് എടുത്തു. ഇതെല്ലാം എടുക്കുന്നത് ചെറിയ ചെറിയ ലോട്ടിലാണ് എടുക്കുന്നത്. വളരെ റിസ്ക് മാനേജ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ ട്രേഡും എടുക്കുന്നത്. കണ്ടില്ല, ഇപ്പം നിലവിൽ 4 ട്രേഡിംഗ് റണ്ണിങ് ആണ്. 4 ട്രേഡിംഗ് പ്രോഫിറ്റിലാണ് റൺ ചെയ്തത്. ഉടനെ ഒരു ട്രേഡ് ഫസ്റ്റ് ക്ലോസ് ചെയ്യും. ഓക്കെ, നല്ല പ്രോഫിറ്റായിട്ടുണ്ട്. ഒരു ട്രേഡ് ക്ലോസ് ചെയ്തു. കണ്ടില്ലേ, ഒരു ട്രേഡ് ഇവിടെ ക്ലോസ് ചെയ്തു. ഇനി 3 ട്രേഡിംഗ് ഉണ്ട്. മാർക്കറ്റ് കണ്ടീഷൻ നോക്കിയിട്ടാണ് ഓരോ ട്രേഡ് എടുക്കുന്നത്. മാർക്കറ്റിലുണ്ടാകുന്ന എല്ലാ ന്യൂസും കാരണം വാച്ച് ചെയ്തിട്ട് അവർ പെർഫെക്റ്റ് ടൈമിലാണ് ഓരോ ട്രേഡ് അവർ എടുക്കുന്നത്. അതും റിസ്ക് മാനേജ് കൊണ്ട് ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവർ ഓരോ ട്രേഡ് എടുക്കുന്നത്. അല്ലേ, അടുത്ത 2ാമത്തെ ട്രേഡും ക്ലോസ് ചെയ്ത് ഇവിടെ പ്രോഫിറ്റ് ആയിട്ട് $106 വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 2 ട്രേഡിംഗ് റണ്ണിങ് ആണ്. അല്ലേ, ഫുള്ള് പ്രോഫിറ്റ് മാത്രമേ നിൽക്കത്തുള്ളൂ. ഒരിക്കലും ലോസിൽ ഒരു ദിവസം അവർ ക്ലോസ് ചെയ്യില്ല. അഥവാ എടുക്കുന്ന ഒരു ട്രേഡ് ലോസ് ആണെങ്കിലും അടുത്ത ട്രേഡിൽ നമ്മളത് കവറപ്പ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ 3 ട്രേഡും ക്ലോസ് ചെയ്തു. ഇനി ബാക്കിയുള്ള ഒറ്റ ട്രേഡാണ്. അപ്പോൾ വെറും 3 മിനിറ്റ് ടൈം എടുത്തുള്ളൂ. 3 മിനിറ്റ് കൊണ്ട് നമ്മൾ ഏകദേശം $300 പ്രോഫിറ്റാണ് ഏൺ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിയൽ ട്രേഡിങ്ങിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും പൂർണ്ണമായിട്ട് കണ്ടു. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ് ഇതെങ്ങനെയാണ് പോസിബിൾ ആയത്. കാരണം എങ്ങനെയാണ് ലോസ് ഇല്ലാതെ, കാരണം ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ലോസ് ഉറപ്പായിട്ടും ഉണ്ടാവും. ലോസ് ഇല്ലാതെ ഒരിക്കലും ട്രേഡിംഗ് പോസിബിൾ അല്ല. ഇതെങ്ങനെയാണ് ലോസ് ഇല്ലാതെ നമുക്ക് ഇത്രയും ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിച്ചതെന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ട്രേഡിംഗ് മേഖലയിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേഷനാണ് കോപ്പി ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അതായത് ഒരു പ്രൊഫഷണലായിട്ട് ഒരു ട്രേഡർ ചെയ്യുന്ന ട്രേഡിംഗ് അതേപോലെ തന്നെ നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും. ഇപ്പം നമുക്ക് ട്രേഡിങ്ങിനെ പറ്റി ഒന്നും അറിയില്ല. ഇതിനെപ്പറ്റി നമുക്ക് സ്കിൽസോ നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും പഠിച്ചിട്ടോ ഒന്നുമില്ല. നമുക്ക് മാർക്കറ്റ് അനലൈസ് ചെയ്യാനോ ചാർട്ട് അനലൈസ് ചെയ്യാനോ ഒന്നും നമുക്ക് അറിയില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ പണമുണ്ട്, നമുക്കത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, നമുക്ക് പ്രോഫിറ്റ് വേണം. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഓരോ പ്ലാറ്റ്ഫോംസും ഉണ്ട്. ഇപ്പോൾ ബിനാൻസിലാണെങ്കിലും നമുക്ക് കോപ്പി ട്രേഡിംഗ് ഉണ്ട്. അങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോംസിലും ഉണ്ട്. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു അപ്ഡേഷനാണ് കോപ്പി ട്രേഡിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ കോപ്പി ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടി പണം നിക്ഷേപിക്കുന്ന ട്രേഡർ, നമുക്ക് വേണ്ടി ട്രേഡ് എടുക്കുന്ന ആ ഒരു ട്രേഡർ ഒരു പ്രൊഫഷണൽ ട്രേഡർ ആയിരിക്കണം. ഒരു പ്രൊഫഷണൽ ട്രേഡർ എന്ന് പറഞ്ഞാൽ ഒരു ഫോറക്സ് മാർക്കറ്റ് ആണെങ്കിലും ക്രിപ്റ്റോ മാർക്കറ്റ് ആണെങ്കിലും ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് ആണെങ്കിലും ഇതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒരു മാർക്കറ്റ് ഇപ്പം അടുത്ത മൂവ്മെൻറ്റ് എന്താണോ, ഇപ്പോൾ ഫോറക്സ് മാർക്കറ്റ് ആണെങ്കിൽ ഗോൾഡിൻ്റെ അടുത്ത മൂവ്മെൻറ്റ് എന്താണോ, ഗോൾഡിന് താഴ്ചയിലേക്കാണോ പോകുന്നത് അതോ ഉയർച്ചയിലേക്കാണോ പോകുന്നത് എന്നുള്ള ഓരോ പേരിനെ പറ്റിയുള്ള വ്യക്തമായ ധാരണയുള്ള വ്യക്തിയായിരിക്കും ഒരു പ്രൊഫഷണൽ ട്രേഡർ എന്ന് പറയുന്നത്. അവർ മാർക്കറ്റ് ഉണ്ടാകുന്ന എല്ലാ ന്യൂസുകളും
അവർക്ക് അതായത് ഒരു ദിവസം യുദ്ധം ഉണ്ടാകുന്നുണ്ടോ, ഇലക്ഷൻ വരുന്നുണ്ടോ എന്നുള്ള എല്ലാ ന്യൂസുകളും വാച്ച് ചെയ്യും. മാർക്കറ്റ് ഇടിയാനാണോ സാധ്യത അതോ മാർക്കറ്റ് കുതിക്കാനാണോ സാധ്യത, എല്ലാ കാര്യങ്ങളും അവർക്ക് വ്യക്തമായുള്ള ധാരണ ഉണ്ടാവും. കാരണം അവർ എല്ലാ ടൈമും മാർക്കറ്റിലുള്ള ന്യൂസും കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ എമോഷണൽ സ്ട്രെങ്ത് വളരെ കൂടുതലായിരിക്കും. എക്സാമ്പിൾ, നമ്മളാണ് ഒരു ട്രേഡിംഗ് ചെയ്യുന്നതെങ്കിൽ, നമ്മളൊരു ട്രേഡിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഒരു പക്ഷേ ആ ഒരു ട്രേഡ് ലോസിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ മാനസികമായിട്ട് വളരെ ഡൗൺ ആവും. അതായത് ഒരുപാട് വിഷമം ഉണ്ടാവും. ആ വിഷമമുള്ള ടൈമിൽ നമ്മൾ ചെയ്യുന്ന എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഉള്ള എമൗണ്ട് എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്ത് ആ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആകുന്നുള്ളത്. അതുപോലെ തന്നെ അത്യാഗ്രഹം, അതായത് നമ്മളിപ്പോൾ ഒരു ട്രേഡിൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടി, അപ്പോൾ അടുത്ത ട്രേഡിങ് നമുക്ക് ഉടനെ നമുക്ക് ഗ്രീഡി മൈൻഡ് കൂടും, അതായത് അത്യാഗ്രഹം കൂടും. അത്യാഗ്രഹം കൂടുമ്പോൾ നമ്മൾ ഇപ്പോൾ കിട്ടിയ പ്രോഫിറ്റും എല്ലാം കൂടെ അടുത്തൊരു ട്രേഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വലിയൊരു പ്രോഫിറ്റ് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. ഓക്കെ, പക്ഷേ അവിടെ നമുക്ക് ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത് വലിയൊരു ലോസ് ആയിരിക്കും സംഭവിക്കുന്നത്. അതോടെ നമ്മൾ വീണ്ടും ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ ഒരു പ്രൊഫഷണൽ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും എമോഷൻ വെച്ച് ട്രേഡ് ചെയ്യാറില്ല. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു ട്രേഡിൽ ലോസിൽ വന്നാൽ അവർക്ക് പേടിയാവില്ല, അല്ലെങ്കിൽ ഒരു ട്രേഡ് നല്ല പ്രോഫിറ്റ് വന്നാൽ ആ ഒരു ട്രേഡിലൂടെ അവർ ക്ലോസ് ചെയ്യുകയില്ല. ഏതൊരു ട്രേഡ് എടുക്കുമ്പോഴും അവർ വളരെ കൺട്രോൾഡ് ആയിട്ടായിരിക്കും അവർ ട്രേഡ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു ട്രേഡിൽ ലോസ് വന്നാലും വളരെ റിസ്ക് മാനേജ് ചെയ്തുകൊണ്ടായിരിക്കും അവർ ട്രേഡ് എടുക്കുന്നത്. അതൊരു ട്രേഡിൽ ലോസ് വന്നാലും ചെറിയൊരു ലോസേ ഉണ്ടാവുള്ളൂ, അടുത്ത ട്രേഡിൽ അത് കവർ ചെയ്ത് അവർ എടുത്തിരിക്കും. ഇതൊക്കെയാണ് ഒരു പ്രൊഫഷണൽ ട്രേഡറിൻ്റെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്വാളിറ്റീസ് ഉള്ളൊരു ട്രേഡറിനെ ആയിരിക്കണം നമ്മൾ കോപ്പി ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടി നമ്മളെ പണം കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരാം. ഇവിടെ നമുക്ക് വേണ്ടി ട്രേഡിംഗ് ചെയ്യുന്നത് XTB എന്ന് പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ കമ്പനിയാണ്. XTB എന്ന് പറയുന്നത് ഒരു ഫോറക്സ് ബ്രോക്കറാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാകും, എന്താണ് ഫോറക്സ് ബ്രോക്കർ എന്നത്. നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫോറക്സ് ബ്രോക്കർ നിർബന്ധമാണ്. XTB എന്ന് പറയുന്നത് ലണ്ടൻ ഗവൺമെൻറ്റിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് 100% ലീഗലായിട്ട് റൺ ചെയ്യുന്ന ഒരു ഫോറക്സ് ബ്രോക്കറാണ്. XTBയുടെ ഹെഡ്ക്വാർട്ടർ റൺ ചെയ്യുന്നത് പോളണ്ടിലാണ്. അതുകൂടാതെ ജർമ്മനി, ഫ്രാൻസ്, സ്പെയിന്, ഇറ്റലി, ചെക്കോസ്ലാവാക്യ, ഓസ്ട്രിയ, പോർച്ചുഗൽ എന്നീ 13ഓളം രാജ്യങ്ങളിൽ XTBയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. 2002 പോളണ്ടിൽ XTBയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതുകൂടാതെ തന്നെ 178ഓളം രാജ്യങ്ങളിൽ XTBക്ക് ക്ലയൻറ്റുകൾ ഇന്ന് നിലവിലുണ്ട്. പോളണ്ടിലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്രൊഫഷണൽസ് കൂടിയാണ് XTB സ്റ്റാർട്ട് ചെയ്തത്. 2002 തൊട്ട് ഇന്ന് ഈ കാലം വരെ XTB ഒരുപാട് അവാർഡുകൾ നേടിയെടുക്കാൻ സാധിച്ചു. യൂറോപ്യൻ CEO അവാർഡ് ഫംഗ്ഷനിൽ ബെസ്റ്റ് ഫോറക്സ് ബ്രോക്കർ അവാർഡ് 2020, 2021, 2022 എന്നീ വർഷങ്ങൾ നേടിയെടുക്കാൻ XTBക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഫോറക്സ് എക്സ്പോയിൽ അവാർഡിൽ നിന്നും ബെസ്റ്റ് ഫോറക്സ് ബ്രോക്കറായിട്ട് 2019, 2020, 2021 അവർക്ക് അവാർഡ് നേടിയെടുക്കാൻ സാധിച്ചു. അതുപോലെ 2020, 2021 നടന്ന ഫോറക്സ് എക്സ്പോയിൽ അവാർഡിൽ ബെസ്റ്റ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായിട്ടും XTB തിരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ ഗ്ലോബൽ ബ്രാൻഡ് മാഗസിൻ അവാർഡിൽ 2019, 2020, 2021 ബെസ്റ്റ് ഫോറക്സ് ബ്രോക്കറായിട്ടും XTB തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ അവാർഡുകൾ കൊണ്ടെല്ലാം ഹൈലൈറ്റ് ചെയ്യുന്നത് ഫോറക്സ് ട്രേഡിംഗ് മേഖലയിൽ XTBക്ക് ഒരു സ്ട്രോങ് റെപ്യൂട്ടേഷൻ ഉണ്ടെന്നും അവർക്ക് ഇനിയും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സേവനങ്ങൾ അവരുടെ ക്ലയൻസിന് നൽകാനുള്ള എബിലിറ്റി ഉണ്ടെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിലവിൽ XTB എന്ന പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇന്ത്യയിൽ മാത്രമല്ല, കാനഡ, ഹോങ്കോങ്, ഇറാൻ, നോർത്ത് കൊറിയ, US എന്നീ രാജ്യങ്ങളും XTB എന്ന പ്ലാറ്റ്ഫോം അവൈലബിൾ അല്ല. അപ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് XTB എന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാനായിട്ട് XTBയുടെ തന്നെ സബ് വെബ്സൈറ്റുള്ള FCX ട്രേഡ് എന്ന സൈറ്റാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് കാണാം, കഴിഞ്ഞ മാസം കിട്ടിയ ROI എന്ന് പറയുന്നത് 14% കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ XTBയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ക്യാപിറ്റലോ ഒരു പ്രോഫിറ്റ് എമൗണ്ടോ ഒന്നും ലോക്കിംഗ് അല്ല. ആകെ വരുന്ന ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തേക്കുള്ള ലോക്കിംഗ് ആണ് വരുന്നത്. അതിൻ്റെ കാരണം നമ്മൾ ട്രേഡിങ്ങിലേക്ക് ആ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഒരു ദിവസം ലോക്കിംഗ് വരുന്നത്. ഇപ്പം നാളെ 2 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു ആവശ്യം വരും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ അത് എമൗണ്ട് വിഡ്രോ ചെയ്ത് വെക്കുക. ഓക്കെ, നിലവിൽ XTB എന്ന പ്ലാറ്റ്ഫോം കേരളത്തിൽ 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന വ്യക്തികൾ വരെ ഉണ്ട്. ഇന്നേ വരെ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു പ്രൊജക്റ്റായിട്ടാണ് നമുക്കെല്ലാം XTB തോന്നിയിട്ടുള്ളത്. ഇനി ഞാൻ കാണിക്കുന്നത് ഒരു മാസത്തെ റിവ്യൂ, ഒരു മാസത്തെ നമ്മുടെ പ്രോഫിറ്റ് നിങ്ങൾക്ക് ലൈവായിട്ട് ഞാനത് കാണിച്ചു തരാം. ട്രേഡിംഗ് പ്രോഫിറ്റ് നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മളിവിടെ കാണിക്കുന്നത് XTBയുടെ ഒരു മാസത്തെ റിവ്യൂ ആണ്. അതായത് ഇതിപ്പോൾ 5ാം മാസത്തെ നമ്മളൊരു പ്രോഫിറ്റ് ഷെയറിങ്. ഇത് കേരളത്തിൽ 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന മെമ്പേഴ്സ് വരുന്നുണ്ട് XTB. ഇന്നേ വരെ ഒരു മാസം പോലും ലോസിൽ പോയിട്ടില്ല. ഇപ്പം ഒരു മാസത്തെ ഒരു റിവ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഫുള്ള് പ്രോഫിറ്റ് മാത്രമേ അവർ ബുക്ക് ചെയ്യുള്ളൂ, ലോസ് ഒന്നുമില്ല. ഓരോ ദിവസം പ്രോഫിറ്റ് കാണാം. അവിടെ ഒരു ലോസ് ട്രേഡ് വന്നാലും അത് അടുത്ത ട്രേഡ് തന്നെ അത് കവർ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഫുള്ള് പ്രോഫിറ്റാണ്. ഒരു മാസത്തെ ഫുള്ള് ട്രേഡ് നമുക്കിവിടെ കാണാം, ലൈവ് ട്രേഡ് കാണാം. ഓരോ മാസത്തെ നമുക്ക് ലൈവ് ട്രേഡ് ആർക്ക് വേണമെങ്കിലും എടുത്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി. ഓരോ ID നമുക്ക് മേടിച്ച് നിങ്ങൾക്ക് ലൈവായിട്ട് അത് അവിടെ ആ യൂസർ ID പാസ്വേഡ് അടിച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത് ലൈവായിട്ട് വെരിഫൈ ചെയ്യാം ഓരോ കാര്യങ്ങളും. കണ്ടില്ലേ, ആർക്കും നഷ്ടങ്ങളൊന്നുമില്ല, എല്ലാം പ്രോഫിറ്റാണ് ഓരോ ദിവസം അവസാനിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു മാസത്തെ ഒരു XTBയുടെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ റിവ്യൂ ആണ് കണ്ടത്.
ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇനി ഇതിലേക്ക് മിനിമം ഒരു $500 നമ്മൾ ട്രേഡിങ്ങിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് ലഭിക്കും എന്നൊരു റഫ് ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഇതൊരു ആക്ച്വൽ ഫിഗർ അല്ല, ഒരു റഫ് ഫിഗറാണ്. നിങ്ങൾക്ക് എന്താണ് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും എന്ന റഫ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഫിഗറാണ്. നമുക്ക് ഒരു $500 ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഒരു മാസം ഏകദേശം ഒരു 15% പ്രോഫിറ്റ് ഒരു മാസം കിട്ടും. ഇത് ഏറ്റവും കുറഞ്ഞ കണക്കാണ് പറയുന്നത്, 15% അല്ല, അതിലും കൂടിയ ശതമാനം നമുക്ക് കിട്ടും. ഏറ്റവും കുറഞ്ഞ കണ്ടീഷൻ വെച്ച് എത്ര മാർക്കറ്റ് കൊള്ളത്തില്ലെങ്കിലും നമുക്കൊരു 15% മസ്റ്റായിട്ട് പ്രോഫിറ്റ് അവർ എടുത്ത് തന്നിരിക്കും. അപ്പോൾ ഒരു 15% പറയുമ്പോൾ ഒരു ദിവസം 0.6% ഡെയിലി കിട്ടും. ഒരു 365 ദിവസത്തെ ഒരു കണക്ക് നമുക്ക് നോക്കാം. നമുക്ക് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ അവധിയാണ് ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് 1 തൊട്ട് 1 ജാനുവരി തൊട്ട് ഒന്ന് കണക്ക് നോക്കാം. ഒരു റഫ് ഫിഗറാണ്, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് നമ്മളൊന്ന് കാൽക്കുലേറ്റ് നോക്കുന്നത്. $500 ഇട്ടാൽ നമുക്ക് 365 ദിവസം കൊണ്ട് അത് $2382 ആയിട്ട് മാറും. അതായത് ടോട്ടലി 376% നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് ഓരോ ദിവസം $3 കിട്ടും. ഇപ്പോൾ നമ്മളൊരു $500 ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ആദ്യത്തെ ദിവസം നമുക്ക് $3 പ്രോഫിറ്റ് കിട്ടിയാൽ നമ്മുടെ അന്നത്തെ ക്യാപിറ്റൽ പിറ്റേ ദിവസം ട്രേഡ് എടുക്കുന്നത് $503 ക്യാപിറ്റലാവുന്നത്. പിറ്റേ ദിവസം ട്രേഡിംഗ് പ്രോഫിറ്റ് 3.02 സെൻറ്റ് കിട്ടും. അതായത് 503ൻ്റെ പ്രോഫിറ്റാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഓരോ ദിവസവും നമുക്ക് ക്യുമുലേറ്റ് ആയി പൊയ്ക്കൊണ്ടിരിക്കും, കോമ്പൗണ്ടിങ് ആയി പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒരു മന്ത്ലി കണക്ക് കാണിക്കാം. മന്ത്ലി നമുക്ക് ആദ്യത്തെ ഒരു 30 ദിവസം കൊണ്ട് $70 പ്രോഫിറ്റ് കിട്ടും. അതായത് $6300 ഇന്ത്യൻ മണി നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ $570 ആയിട്ട് മാറി. അപ്പം അടുത്ത മാസം ഫെബ്രുവരി ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ $76 ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ 646 ആയിട്ട് മാറി. അടുത്ത മാർച്ച് ആകുമ്പോൾ ടോട്ടൽ $86 പ്രോഫിറ്റ് ആയിട്ട് മാറും. ഓക്കെ, ബാലൻസ് 733. അങ്ങനെ ഓരോ മാസം നമുക്ക് കോമ്പൗണ്ടിങ് കൂടി നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ഇതൊരു റഫ് ഫിഗറാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഈ പ്രോഫിറ്റ് ഏറ്റവും കുറഞ്ഞ പ്രോഫിറ്റ് വെച്ചിട്ട് കണക്കാണ് കാണിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് ട്രേഡിങ്ങിനകത്ത് ഒരു നിശ്ചിത പെർസെൻറ്റ് ഒരു ദിവസം കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. അടുത്ത നമ്മൾ പറയുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിലെ റെഫറൽ ഇൻകത്തെ പറ്റിയാണ്. നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മളൊരു ഫ്രണ്ടിനോ നമ്മുടെ റിലേറ്റീവിനൊക്കെ ഷെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ബെനിഫിറ്റാണ് കിട്ടുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സ്വന്തമായിട്ടൊരു $500 ഇതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളൊരു $500 ഇതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ലിങ്ക് എടുത്തുകൊണ്ട് നമ്മുടെ ഒരു സുഹൃത്തിനെയോ മറ്റാരെങ്കിലും ഇൻവൈറ്റ് ചെയ്യുക, അവർക്ക് അയച്ചു കൊടുത്ത് അവർ രജിസ്റ്റർ ചെയ്ത് അവരത് $500 ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയാൻ നമ്മൾ ഡയറക്റ്റ് ലെവലാണ് അവർ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് $8 പെർ ലോട്ടിന് നമുക്ക് ഡെയിലി നമുക്ക് ഇൻകം ലഭിക്കും. ഇവിടെ പെർ ലോട്ട് സൈസിലാണ് നമുക്ക് ഇൻകം കിട്ടുന്നത്. അതായത് ഡയറക്റ്റ് ലെവലിൽ നിന്ന് $8 ആണ് നമുക്ക് ലഭിക്കുന്നത്. $8 പെർ ലോട്ടിനാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് $500 ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ ലോട്ട് സൈസ് എന്ന് പറയുന്നത് 0.15 ലോട്ടാണ് $500 ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുടെ റെഫറൽ ഇൻകം നമുക്ക് ലഭിക്കുന്നത്. അതായത് 0.15 ലോട്ട് ഇൻറ്റു $8 അടിച്ചു നോക്കുക. ഓക്കെ, ലോട്ട് സൈസിലാണ് നമുക്ക് റെഫറൽ ഇൻകം കിട്ടുന്നത്. അപ്പോൾ 0.15 ഇൻറ്റു $8 എന്ന് പറയുമ്പോൾ $1.2 നമുക്ക് പെർ ഡേ നമുക്ക് റെഫറൽ ഇൻകം ആയിട്ട് കിട്ടും. $500 ഇൻവെസ്റ്റ് ആളുടെ കയ്യിൽ നിന്ന് ഒരു ദിവസം നമുക്ക് $1.2 നമുക്ക് ഡെയിലി റെഫറൽ ഇൻകം ആയിട്ട് കിട്ടും. ഒരു മാസം ആകുമ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കാം. 26 ദിവസമേ ഉള്ളൂ. $1.2 ഇൻറ്റു 26 ഡേയ്സ് നോക്കാം. നമുക്ക് ഒരു മാസം നമുക്ക് $31 റെഫറൽ ഇൻകമായിട്ട് ആ $500 ഇൻവെസ്റ്റ് ചെയ്യാനുള്ള റെഫറൽ ഇൻകമായിട്ട് നമുക്ക് ഓരോ മാസം ലഭിക്കും. ഓക്കെ, അതുകൂടാതെ നമ്മൾ $500 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തല്ലോ, ആ $500 ഒരു മാസത്തെ ലാഭം എന്ന് പറയുന്നത് $73 നമുക്ക് ലാഭമായിട്ട് ലഭിക്കും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത $500 ലാഭം എന്ന് പറഞ്ഞാൽ $73 ഏകദേശം ഒരു മാസം 26 ദിവസം കൊണ്ട് നമുക്ക് ലാഭമായിട്ട് ലഭിക്കും, പ്രോഫിറ്റ് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ പ്ലസ് നമ്മൾ റെഫർ ചെയ്യുകയാണെങ്കിൽ ഈ $31 കിട്ടും. അതായത് ടോട്ടലി നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ $104. ഒരാൾ റെഫർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് $104 നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടും. ഓക്കെ, ഇനി അത് മാത്രമല്ല നമ്മൾ അടുത്തൊരു $1000 ഒരാളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും നോക്കാം. ഇത് എ ആണെന്ന് വിചാരിക്കുക. നെക്സ്റ്റ് ഒരു ബിയിൽ ഒരു $1000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയെന്ന് വിചാരിക്കുക. ഇതെല്ലാം നമ്മൾ ഡയറക്റ്റ് ലെവൽ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റാണ് ഞാൻ കാണിക്കുന്നത്. ഒരു $1000 ഒരാൾ മറ്റൊരാൾ ഇൻവെസ്റ്റ് ചെയ്തു. അവിടെ നമുക്ക് $8 ആണ്. നമുക്ക് ലോട്ടിനകത്ത് മാത്രമേ ചേഞ്ച് വരത്തുള്ളൂ. അപ്പോൾ $1000 ലോട്ട് സൈസ് പറയുമ്പം 0.30 ലോട്ട് സൈസ് വരും. 0.30 ഇൻറ്റു $8 നോക്കുക. ടോട്ടലി $2.4 പെർ ഡേ നമുക്ക് റെഫറൽ ഇൻകമായിട്ട് കിട്ടും. അതായത് ഒരു മാസം കൂട്ടുമ്പോൾ നമുക്ക് ഏകദേശം എത്ര നോക്കാം. 2.4 ഇൻറ്റു 26 ഡേയ്സ് നോക്കുക. $62 നമുക്ക് $1000 ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിയിൽ നിന്നും റെഫറൽ ഇൻകമായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇൻകം കിട്ടുന്നത്.
അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക മാത്രം കൂടാതെ നമ്മൾ മറ്റുള്ള ആൾക്കാരിലേക്ക് ഇത് റെഫർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. കാരണം റിയൽ ട്രേഡിംഗ് ചെയ്തുകൊണ്ടാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് അവർ ലൈവായിട്ട് കാണിച്ചു കൊടുക്കുക. ലൈവ് ഡെയിലി നടക്കുന്ന ട്രേഡിങ്ങിൽ അവർക്ക് ലൈവായിട്ട് കണ്ട് അത് റിയൽ ട്രേഡിംഗ് ആണെന്നുള്ള കാര്യങ്ങൾ വെരിഫൈ. കാരണം നമ്മൾ മെറ്റാ ട്രേഡർ 4ലാണ് ട്രേഡിംഗ് ചെയ്യുന്നത്, ഫോറക്സ് ട്രേഡിംഗ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ ഒരു പ്രോജക്റ്റ് റെഫർ ചെയ്യുക. കാരണം വളരെ നല്ലൊരു കൺസെപ്റ്റാണ്, റിയൽ ട്രേഡിംഗ് ആണ്. നിങ്ങളൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ലൈവ് ട്രേഡിംഗ്, ഓരോ ദിവസം ലൈവ് ട്രേഡിംഗ് അവരെ കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഇത് ട്രേഡിംഗ് ആണ്. നമുക്ക് പ്രോഫിറ്റ് നമ്മുടെ ഓരോ ദിവസം കിട്ടുന്ന പ്രോഫിറ്റും അല്ലെങ്കിൽ ഒരു മാസം കിട്ടുന്ന പ്രോഫിറ്റ് എല്ലാം അവരെ കാണിച്ച് കൊടുത്ത് നമുക്കത് പ്രൂവ് ചെയ്യും. അത് റിയൽ ട്രേഡിംഗ് ആണെന്ന കാര്യങ്ങൾ പ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യിക്കാം. അപ്പം നിങ്ങൾ മിസ്സാക്കരുത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മാക്സിമം ഈ ഒരു പ്രോജക്റ്റ് റെഫർ ചെയ്യാൻ കൂടെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഇൻകം കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് XTB എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, റിയൽ ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. അത്യാവശ്യം നമുക്ക് നല്ലൊരു ഡീസനുള്ള പ്രോഫിറ്റ് നമുക്ക് എല്ലാ മാസവും ഏൺ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ റെഫർ ചെയ്യാൻ നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇതിൽ കൂടെ ഉണ്ടാക്കാൻ സാധിക്കും. ലൈഫ് ലോങ് ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് മാനുവലി ട്രേഡിംഗ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫോറക്സ് ബ്രോക്കറാണ് XTB എന്ന് പറയുന്നത്.